ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പൂജ കൃഷ്ണ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ സ്വദേശിനിയാണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മകനും ആണുള്ളത്. ഞാൻ 2018-21 ബാച്ചിലാണ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുകയുണ്ടായി. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോടൊപ്പം ദുബായിലായിരുന്നു. അവിടുത്തെ പ്രൈം ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് ഒരു 6 months ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ക്യാരിയിങ് ആയപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ആയപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം പിന്നെ ഒന്നും പഠിക്കാനും ജോലിയൊന്നും നോക്കിയിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ PG ചെയ്യണം എന്നൊരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. ആ സമയത്താണ് മാരേജും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ജോലിയൊക്കെ ആയപ്പോഴത്തേക്കും അതിലൊരു മടി കാണിച്ചു, പഠിക്കാനുള്ളൊരു മടി കാണിച്ചു. ഇപ്പം മകനിപ്പം 1.5 വയസ്സായി. അപ്പം അവനുമായിട്ടിരുന്നപ്പോഴത്തേക്കും അവൻ്റെ ഒരു 3 years ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഡിഗ്രിയും കൂടി കയ്യിൽ, ഒരു PG കൂടി കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കാനും അങ്ങനെയൊക്കെ കുറച്ചുകൂടി ഒരു പ്രിവിലേജ് ആവും എന്നുള്ളൊരു രീതിയിൽ നിന്നപ്പോഴാണ് ഞാൻ എന്നാൽ ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി ചെയ്യാം എന്ന് തീരുമാനം എടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇഗ്നോയിൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ജസ്റ്റ് ചോദിച്ചപ്പോൾ, എല്ലാവരോടും ചോദിച്ചപ്പോൾ അത് ഓക്കെ ആണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഡിസ്റ്റൻറ്റ് PG ചെയ്യാമെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തി. പക്ഷേ ഇത്രയും ഒരു ഇയർ ഗ്യാപ്പ് സ്റ്റഡിയിൽ വന്നതുകൊണ്ട് ഒരു മെൻറ്റർഷിപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനും കൂടെ ആയതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് സോഷ്യൽ മീഡിയ വഴിയിട്ട് ലേൺവൈസിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ളൊരു അറിവ് കിട്ടുന്നത്. ആദ്യം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതിൻ്റെ അഡ്മിഷൻ കൗൺസിലായിട്ട് കോൺടാക്ട് ചെയ്തപ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലേൺവൈസിനെ കുറിച്ചും നമ്മുടെ ഓപ്പൺ ഡിസ്റ്റൻസ് കോഴ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു എക്സ്പ്ലനേഷനിൽ ഞാൻ ഓക്കെ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അക്കാഡമിക് കൗൺസിലിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത ഈ ഒരു തീരുമാനം 100% സാറ്റിസ്ഫൈങ് ആയിരുന്നു എന്നുള്ള ഒരു രീതിയാണ് നമുക്ക് അവരുടെ അടുത്തു നിന്നുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു കലണ്ടർ പോലെ, അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ഇഗ്നോയുടെ എക്സാംസ് ആയിക്കോട്ടെ, അസൈൻമെൻറ്റ്സ് ആയിക്കോട്ടെ, എന്ത് സംഭവങ്ങളായാലും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെ അറിയിക്കുകയും കമ്പൽ ചെയ്ത് നമ്മളെ കൊണ്ട് അത് എല്ലാം കറക്റ്റ് ഡേറ്റിന് മുന്നേ എല്ലാം ചെയ്യിപ്പിക്കുകയും, മാത്രമല്ല നമ്മുടെ ക്ലാസ്സസിൻ്റെ റിവിഷൻ ക്ലാസ്സസ് ആയിക്കോട്ടെ, ഇങ്ങനെ എന്ത് രീതിയിൽ വന്നാലും ശരി ഒരു അവരുടെ 100% കൊടുത്താണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് ഇടയ്ക്കൊക്കെ ക്ലാസ്സസ് മിസ്സാകാറുണ്ട്, കുഞ്ഞു മോനുള്ളതുകൊണ്ട്. എങ്കിൽ പോലും അത് ലൈവ് ക്ലാസ് കിട്ടിയില്ലെങ്കിൽ സെക്ഷൻസ് പിന്നീട് അറ്റൻഡ് ചെയ്യുമ്പോഴും അല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയറാക്കി തരാനും എല്ലാം നമ്മുടെ മെൻറ്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ എല്ലാം ബ്ലോക്കുകൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ക്യാപ്സ്യൂൾ പോലെ തന്നെ എല്ലാം ഡൈജസ്റ്റീവായിരുന്നു. എല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. സോ ലേൺവൈസിൽ ജോയിൻ ചെയ്തത് ഒരു നല്ലൊരു തീരുമാനമാണെന്ന് തന്നെയാണ് ഇതുവരെയും എനിക്ക് കിട്ടിയിട്ടുള്ളൊരു എൻ്റെ പേഴ്സണൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത്രയും ഹെൽപ്ഫുള്ളായിട്ടുള്ള മെൻറ്റേഴ്സും ടീച്ചേഴ്സും. ലോജിഷ മാമിൻ്റെ അടുത്ത് ഞാൻ ആദ്യം തന്നെ സോറി പറയും. കാരണം എന്താ വെച്ചാൽ എനിക്ക് വീക്ക്ലി കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. കാരണം മോൻ സമ്മതിക്കാറില്ല, എനിക്ക് തിരിച്ച് വിളിക്കാനുള്ള സമയം കിട്ടാറില്ല. സോ അതിന് ഞാൻ മാമിനോട് ഒരു സോറി പറയുകയാണ്. എങ്കിൽ പോലും മാമിൻ്റെ ഡ്യൂട്ടി, മാം കറക്റ്റിന് വിളിക്കും, കറക്റ്റിനുള്ള കാര്യങ്ങൾ നമുക്ക് അയച്ചു തരും. എല്ലാം മാമിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് മാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലേൺവൈസ് എന്ന പ്ലാറ്റ്ഫോം ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഞാൻ ഉറപ്പായും സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാനിപ്പം HR കോഴ്സിന്, MBAയുടെ HR കോഴ്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരു HR മാനേജർ ആവുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഈ കോഴ്സ് തന്നെ പ്രിഫർ ചെയ്തത്. അതിപ്പം നാട്ടിലായാലും ശരി, പുറത്തായാലും ശരി, എവിടെ ആയാലും ശരി, അതിന് വേണ്ടിയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്താണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കാരണം എന്താ വെച്ചാൽ ഒരു HR മാനേജർ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടേതായ രീതിയിൽ, ഇപ്പം നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാവും, ഒരുപാട് പേരെ നമുക്ക് കൺട്രോൾ ചെയ്ത് ലൈഫിൽ പോകാൻ പറ്റും. സോ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ലൈഫ് ഒന്ന് കൺട്രോൾഡ് ആയിട്ട് മാറും. കാരണം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ മാനേജ്മെൻറ്റ്സും എങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒരുമിച്ച് കൊണ്ടുവരാം എന്നൊരു ഐഡിയ കൊണ്ടുവരുന്നതാണല്ലോ നമ്മുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ലൈഫിലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്
HR മാനേജർ ആയാൽ ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത്. സോ അതൊക്കെ മുന്നിൽ കണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത്. ആൻഡ് വൺസ് അഗെയിൻ താങ്ക്സ് ടു ദി LearnWise ടീം ഫോർ ഗ്രേറ്റ് സപ്പോർട്ട്. Thank you all for your valuable time listening to my audio. Thank you.